നീണ്ട 12 വർഷം രാജ്യം ഭരിച്ചിട്ടും പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല എന്ന ഒരു സർവകാല റെക്കോർഡ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് പല പ്രാവശ്യവും അറിയിച്ചിട്ടുള്ള കാര്യമാണ്. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നത് അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമാണ്. എന്നാൽ പ്രധാനമന്ത്രിക്ക് 2 സ്കില്ലുമില്ല. ഒന്ന്, പ്രോംപ്റ്റ് നോക്കാതെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഇന്ത്യക്കാർക്കത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ലോക രാജ്യങ്ങൾക്ക് അതൊരു വാർത്തയാണ്. ലോക രാജ്യങ്ങളിൽ അതൊരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെപ്പറ്റി, ഇന്ത്യയിലെ രാഷ്ട്രീയത്തെപ്പറ്റി, ഇന്ത്യയിലെ പ്രസ് ഫ്രീഡത്തെപ്പറ്റി പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്കറിയണം. എന്നാൽ ലോകത്തെ ഒരു ഭരണാധികാരിയും കാണിക്കാത്ത ഭീരുത്വമാണ് ലോകത്തിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഭരണാധികാരി ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അവഹേളിതനായി നിൽക്കുകയാണ്. പ്രസ് കോൺഫറൻസ് നടത്താത്ത ഒരു ഭരണാധികാരി ലോകത്തുണ്ടാവില്ല. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തുക, പത്രപ്രവർത്തകരോട് സംവദിക്കുക എന്നത് ഒരു രീതിയാണ്. ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തുന്നില്ല എന്നത് അത്ഭുതമുളവാക്കുന്ന വിഷയമാണ്. നോർവേയിൽ നിന്ന് പത്രപ്രവർത്തക നേരിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല? വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ എപ്പോഴും പത്രസമ്മേളനം നടത്തിയിരുന്നു, വിദേശ മാധ്യമങ്ങളെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ BBC-യുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നു. വളരെ കൃത്യമായി എല്ലാ വിഷയങ്ങൾക്കും ഇന്ദിരാഗാന്ധി മറുപടി പറയുന്നുണ്ട്. ആളുകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെപ്പറ്റി, ആളുകളെ ജയിലിലടക്കുന്നതിനെപ്പറ്റി, പ്രസ് ഫ്രീഡത്തെപ്പറ്റി ഒക്കെ ഇന്ദിരാഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ ഒരു പതർച്ചയുമില്ലാതെ അതിന് മറുപടി പറയുന്നുണ്ട്. വീഡിയോക്ക് താഴെ ആളുകൾ ചെയ്ത കമൻറ്റുകൾ വായിക്കുകയുണ്ടായി. ആ കമൻറ്റുകളിൽ മുഴുവൻ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ട് ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല? ഇതേ ചോദ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധിയോട് ന്യൂസിലാൻഡിലെ മാധ്യമപ്രവർത്തക ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പത്രപ്രവർത്തകരോട് സംവദിക്കുന്നില്ല? എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നില്ല? ആ ഉദ്യോഗസ്ഥൻ മറുപടി പറയാൻ പാടുപെട്ടു. അദ്ദേഹം അത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ പാവങ്ങളാണ്, മീഡിയേറ്റർ ആവശ്യമില്ല, മോദി നേരിട്ട് സംവദിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. മണിപ്പൂരിലെ കലാപം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അയോധ്യയിലെ കൊള്ളയെപ്പറ്റി പ്രധാനമന്ത്രിയോട് ചോദിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയോട് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ, ഒരു ചോദ്യവും അഭിമുഖീകരിക്കാതെ, ഒരു പത്രസമ്മേളനവും നടത്താതെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി 12 വർഷം തുടരുന്നു. താൻ ഒരു ഭീരുവാണ് എന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി.